ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു രസമാണ്. ഈ രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രസത്തിന് ഇവിടെ എടുത്തിട്ടുള്ളത് തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി ചതച്ചതും കുരുമുളകും ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ 4-5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഞാൻ വെളുത്തുള്ളി ഒരു 7 ചെറിയ അല്ലിയാണ് കേട്ടോ, ചെറിയ 7 അല്ലി വെളുത്തുള്ളിയും കുരുമുളക് ഒരു ടീസ്പൂണോളം കുരുമുളക് ചതച്ചതുമാണ്. ഇത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക്, എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചു, നന്നായിട്ട് ചൂടായി. അതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഉലുവ, ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി അല്ലെങ്കിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും കടുകൊക്കെ പൊട്ടി മൂത്ത് വന്നപ്പോൾ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം അതിനനുസരിച്ച് നമ്മുടെ രസത്തിൻ്റെ ഇതനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ ഞാൻ തക്കാളി ഇപ്പം ഞാൻ ഈ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കത് അതിൻ്റെ അടപ്പ് നമ്മുടെ പാനിൻ്റെയും പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, വെളിച്ചെണ്ണയുണ്ട്, ആവിയിൽ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഞാനിത് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കണം കേട്ടോ. ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിനേക്കാളും കുറച്ചും കൂടി ഞാൻ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നമുക്ക് ഓപ്ഷനിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം, മധുരം ഇഷ്ടമുള്ളവർക്ക്. ഞാനിതിൽ ശർക്കര ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പുളിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് പുളിവെള്ളം കൂടാതെ കുറച്ച് സാധാ നോർമൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഞാൻ പുളി പിഴിഞ്ഞതും എക്സ്ട്രാ വെള്ളം ചേർത്തതും. അപ്പം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കണം. നമ്മൾ വഴറ്റാൻ നേരത്തിൽ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് ഇട്ടു. അതിന് ശേഷം ഞാൻ കുറച്ചിട്ടു. ഇനി നമുക്ക് തിളച്ച് വന്ന സമയത്ത് കായപ്പൊടി നമുക്ക് ഇപ്പോഴും ചേർക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് നമുക്ക് കായപ്പൊടി ചേർക്കാം. ഞാൻ തിളച്ച് വരുമ്പോഴാണ് കായപ്പൊടി ചേർക്കാറ്. അപ്പോൾ നല്ല മണം അതിൻ്റെ കിട്ടും. നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ തിളച്ച് വന്നല്ലോ, നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് തിളച്ച് കിടക്കുമായിരുന്നു. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാര്യം നന്നായിട്ട് വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെ ടേസ്റ്റ് നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ രസം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴും നമുക്ക് ആ വെളുത്തുള്ളിയുടെയൊക്കെ കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരും. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും നല്ല മണം വരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് രസം തയ്യാറാക്കുക. ഫൈനൽ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇടുമ്പോൾ നമുക്ക് ആ രസത്തിൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ രസം നിങ്ങളും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.